കാളികാവ് ചുണ്ടന്റെ പാവന സ്മരണയ്ക്ക് പ്രായിക്കര അപ്പയുടെ പാവന സ്മരണയ്ക്ക് ഹലോ ഹലോ, ആരാ? റോയാണോ? അതെ, ആരാ? ഇത് ഞാനപ്പായി. കുട്ടപ്പായിയോ? എന്താ ഈ നേരത്ത്? ഇപ്പൊ എത്രയായി? 3:15. ഞാനിവിടെ പഴനിന്നൊരു പെട്രോൾ പമ്പിൽ നിന്ന് വിളിക്കാം.
ചരിത്രമൊക്കെ പിന്നെ പറയാം. ഞങ്ങൾ അങ്ങോട്ട് വരിക. ഞാൻ മാത്രമല്ല, ഞങ്ങൾ 4-5 ആളുണ്ട്. ഒന്നുമില്ലെന്നേ, നാട്ടിൽ ചെറിയൊരു അടിപിടി. കുറച്ച് നാളത്തേക്ക് മാറി നിൽക്കാൻ എല്ലാരും പറഞ്ഞു. അത് കൊള്ളാം. നോട്ടീസ് അടിച്ചിറക്കിയിട്ട് ഒളിച്ചോടാൻ പറ്റൂടാ? ഞങ്ങൾ പുലർച്ചെ അങ്ങ് എത്തിക്കോളാം. നീ കിടന്ന് ഉറങ്ങിക്കോ. ശരി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ആരാ? എന്റെ ഒരു ഫ്രണ്ടാ. ഏറെ ചെക്ക് പണിയാച്ചാ? പൊന്നിയാച്ച്. ആ, വെച്ചിക്കോ. ഈ ശനിയാഴ്ച ഞാൻ വരും. നമ്മുടെ കാര്യം നീ അമ്മയോട് പറഞ്ഞോ മോളെ? എന്താ പറയാതിരുന്നത്? എനിക്കറിയാം നിനക്ക് അമ്മയെ പിരിയാൻ വയ്യെന്ന്. ഞാൻ നിന്റെ ആരുമല്ല, അല്ലേ? അതുകൊണ്ടല്ല, ഇനിയും താമസിച്ച ഞാനും ചീത്തയായി പോവും. അതറിയാത്തോണ്ടുമല്ല. എന്നാലും അമ്മ ബാലേട്ടാ, ഞാനൊരു കാര്യം പറഞ്ഞാൽ കേൾക്കാമോ? നമ്മുടെ കല്യാണം കഴിഞ്ഞാ നമുക്ക് അമ്മയെ കൂടി കൊണ്ടുപോകണം. ഇവിടുന്ന് ദൂരെ ബാലേട്ടൻ ജോലിയെടുക്കുന്ന സ്ഥലത്ത് നമുക്ക് ഒരുമിച്ച് അവിടെ കഴിയാം. നിന്റെ അമ്മ എന്റെ അമ്മ കൂടിയാകേണ്ടതാണ്. പക്ഷേ ഒരു വേശി എനിക്ക് എന്റെ അമ്മയായി കാണാൻ കഴിയില്ല ശ്രുതി. അമ്മ എന്തൊക്കെ തെറ്റെയ്താലും ഞാൻ ക്ഷമിക്കേണ്ടതാണ്. അതൊരു തെറ്റല്ല എന്ന് ഞാൻ പറയുന്നില്ല. ഒരു കൈക്കുഞ്ഞായിരുന്ന എന്നെ മാറത്തടുക്കി പിടിച്ചുകൊണ്ടാണ് അമ്മ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയത്. കളയാമായിരുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും അനാഥ മന്ദിരത്തിൽ കൊടുക്കാമായിരുന്നു. ഇപ്പൊ വേണമെങ്കിൽ എന്നെ അമ്മയുടെ വഴിയിൽ വിടാം. അതിനുള്ള പ്രായവും തുടിപ്പും ആയെന്നല്ലേ എല്ലാവരും പറയുന്നത്. അതെന്റെ അമ്മ ചെയ്തില്ലല്ലോ. നീ വിഷമിക്കാൻ പറഞ്ഞല്ല. എന്റെ കാര്യം നീ അമ്മയോടൊന്ന് പറയൂ. ആദ്യം അവർ സമ്മതിക്കട്ടെ, പിന്നെ എവിടെയെങ്കിലും പോകാം, ദൂരെ എവിടെയെങ്കിലും.
വണക്കം മുതലാളി. അമ്മണി പോയാടാ? ഇല്ലെന്നാ തോന്നണത്. ആ, അവളെ ഞാൻ വിളിക്കുന്നു പറ. നോക്കി നിൽക്കുന്നത് കേറി പോടിയാത്ത്. അമ്മനെ വിളിക്കും. അക്കാ അക്കാ അക്കാനെ ഡ്യൂട്ടി കഴിയല്ലേ? ഞാൻ മുതലാളി വിളിക്കുന്നു. ഇത് 300 600? അത് 300 മുതലാളി. ഒന്ന് തെളിച്ചെഴുതിക്കൂടെ? പൈസ ഇടും. ഇന്നത്തെ ദിവസം ഓർമ്മയുണ്ടോ? ഇന്ന് വൈകിട്ട് അയാൾ വരും. ആ തമിഴൻ തേവരും. ശനിയും ഞായറും ഇവിടെ കാണും. വയ്ക്കോ. അക്കാ 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 എന്താ? ഇന്ന് രാത്രി ചിലപ്പോ അക്കൻ അവിടെ ഇല്ലായിരിക്കും, ഡ്യൂട്ടി ബംഗ്ലാവിലായിരിക്കും. തേവർ വരും. ഇന്റെ വറവില് മുത്തൂരൊരു സൈക്കിള് വാങ്ങിത്തരാമെന്ന് തേവര് പറഞ്ഞിരിക്കുക. പക്ഷേങ്കില് അക്കം വിചാരിച്ചില്ലേ സൈക്കിള് കിട്ടൂ. ഇന്റെ വെളുപ്പാങ്കാലത്തിലെ 4-5 കിലോമീറ്റർ നടക്കാന്ന് പറഞ്ഞാ ரொம்ப കഷ്ടമൊക്കെ. അതിന് ഞാൻ എന്താ ചെയ്യണ്ടേ? അക്കം പെറിയ മനസ്സ് വിചാരിച്ച് വൈകിട്ട് ബംഗ്ലാവിൽ വരുമ്പോൾ അശ്വതിയെ കൂടെ കൊണ്ടുവന്നാൽ നല്ലത്. തേവരവളെ പൊന്നുപോലെ നോക്കിക്കൊള്ളും. അക്കം പിന്നെ കഷ്ടപ്പെടുകയും വേണ്ട. പൊന്നിന് പൊന്ന്, തുണിക്ക് തുണി. അക്ക പെണ്ണ് പെരിയ സിനിമാ സ്റ്റാറായി തീരും. തേവരുടെ മകൻ പെരിയ സിനിമാക്കാരനാ. അക്ക അക്ക നല്ല കാലം വരുമ്പോ തീണ്ട മുത്തരാതെ അക്ക. അശ്വതി, എന്താ സ്വപ്നം കണ്ടോണ്ടിരിക്കുക? പാല് വാങ്ങിച്ചോ? അയ്യോ ഇല്ല, ഞാൻ പോയി പാല് വാങ്ങിട്ട് വരാം. ആ ശരി ശരി, ബാക്കി പണം നാളെ കൊണ്ട് കൊടുത്തിടും. ശരി, ഇത് ഇവിടെ നിന്ന് വെച്ചേക്കോ, ഞാൻ ഇപ്പൊ വരാം. പിന്നെ എതുക്ക് നീ കാലല്ലേ ഓടി വന്നേ? എങ്ക പോറേ? റോഡില് ബസ്സിൽ ഇപ്പൊ വരും. യാര്? ഞാൻ ഇപ്പം വരാം. അശ്വതി അല്ലേ? ഒന്നിങ്ങി വന്നേ. എന്താ? ബാലന് കുറച്ചു ദിവസം കഴിഞ്ഞേ വരാൻ പറ്റുള്ളൂ. അവന്റെ മുതലാളി ഇന്നലെ വന്നിട്ടുണ്ട്. അയാൾ പോയിട്ടേ അവരോടൊന്ന് തിരിക്കാൻ പറ്റുള്ളൂ. എന്താ, സമാധാനമായില്ലേ? എല്ലാവരും ഒന്ന് എഴുന്നേക്കടാ. പാലിനി ഇറങ്ങും സ്ഥലമെത്തി. ഏത് സ്ഥലം? പോലീസ് സ്റ്റേഷൻ. എന്താണോ ഇത്ര ലേറ്റ്? ഞാൻ ഏർലി മോർണിംഗിനെ പ്രതീക്ഷിച്ചു. എത്താവായിരുന്നു രാവുവേ. എല്ലാവരും മാറി മാറി ഓടിക്കാന്ന് പറഞ്ഞാ വണ്ടി കയറിയത്. അപ്പ തുടങ്ങി ഉറക്കവാ. ഇപ്പഴാ ഓരോരുത്തന്മാർ എഴുന്നേറ്റ് വരുന്നേ. ആ, പരിചയപ്പെട്ടോളൂ. ഇതാണ് റോയ്. വലിയ എസ്റ്റേറ്റ് മുതലാളി, പണക്കാരൻ, കൺട്രോൾ ചെയ്യാൻ തന്തയും തള്ളയുമില്ല. 6 പെങ്ങന്മാർ കൂടെ ഒറ്റ ആങ്ങള, അവിവാഹിതൻ.
കുട്ടപ്പായി പറഞ്ഞില്ലേ അവിവാഹിതൻ. അത് ഉഷ എന്റെ ഫ്രണ്ടാ, എന്റെ മാത്രം ഫ്രണ്ട്. പേര് ചോദിക്കാൻ വിട്ടുപോയല്ലോ. ഐ എം രാജു. പാലുണ്ണി. അനിൽ. ഹലോ അലക്സ്. വരൂ. ഉഷേ ശങ്കരോട് പെട്ടിയെടുത്ത് ആത്ത് വയ്ക്കാൻ പറയൂ. ശങ്കരാ, നിങ്ങൾ മുകളിലോട്ട് ചെല്ല്. ആ ചെല്ല് 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 ചെല്ല്. നാട്ടിൽ എന്താ ഉണ്ടായത് കുട്ടപ്പായി? ഓ, ഒന്നും പറയണ്ട. ഒരു വള്ളംകളി, അടിപിടിയും കശപിശയും. ഒരുത്തൻ ചാകാറായി ആശുപത്രി കിടക്കുക. നമ്മുടെ പണിക്കരുടെ ആളാ. പണിക്കരുമായിട്ട് ശരിക്കങ്ങ് തെറ്റിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അത് ഞാൻ സ്ട്രോങ് ആയതുകൊണ്ട് ഒരു മാസത്തേക്കൊന്ന് മുങ്ങിക്കൂടാൻ DSP പറഞ്ഞു. മോളിക്കുട്ടിക്ക് അറിയത്തില്ല ഞാൻ ഇങ്ങോട്ടാ പോന്നിരിക്കുന്നെന്ന്. അറിഞ്ഞാ പിന്നെ ടെലഗ്രാമും ഫോൺ കോളായിട്ടും എനിക്ക് ഇവിടെ ഇരിക്കപ്പുറത്ത് കയറിയല്ല. യവന്മാരാരടാ ഈ ചിന്ന കമ്പനി? നമ്മുടെ പാർട്ടീസാ, നമ്മുടെ കോളേജിലെ സ്റ്റുഡൻസാ. ഇവന്മാരാണ് ശരിക്കും കുഴപ്പം ഉണ്ടാക്കിയത്. എനിക്ക് പണ്ടും കൊച്ചു പിള്ളേരുമായിട്ടായിരുന്നല്ലോ കമ്പനി. ഞാനും കൊച്ചു പയ്യനല്ലേടാ. പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ ചെയ്ത് വേഗം റെഡി ആയിട്ട് വരാം. നീ എങ്ങും പോയിക്കളയരുത്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്താ ഓഫീസാ? எக்ஸ்போர்ட் ஆபீஸ். புது புது ஸ்டாஃப்ஸ் வரும்போது ராய் முதலாளி எங்க முதலாளி சேர்ந்து தானே இன்டர்வியூ ചെയ്യുന്നത്. ஆனா ஒண்ணு, ராய் முதலாளி ஆபீஸ்க்கு வர மாட்டே. അങ്ങേർക്ക് എക്സ്പോർട്ട് தேவையுள்ளപ്പം ഇവിടുന്ന് സ്റ്റാഫിനെ ബംഗ്ലാവിലേക്ക് അയച്ച് ഡെലിവറി എടുക്കും. അതുതാ എങ്കിലെ തഴക്ക പഴക്കങ്ങൾ. இதுதா எங்களுடைய ஆபீஸ். ഒരുപാട് പെണ്ണുങ്ങളുണ്ടല്ലോ. അതിൽ എങ്ങളുടെ സ്റ്റാഫാ. ഒന്ന് കേറിയിട്ട് പോണോ? അളിയ ഇത് മറ്റേ കേസാ. മുത്തുവണ്ണ, മുത്തുവണ്ണ. അളിയ സ്ഥലം മറ്റേതാ. ഈ മുത്തോണ്ണ നല്ല സ്നേഹമുള്ളവനല്ലയോ? പാവം. അതാണ്. കിടക്കുമോ? கிடைக்கும். ஆனா இது வந்து ஓல்டு ஸ்டாக். 3-4 புதிய ஸ்டாஃப்ஸ் வந்துட்டு. அவங்க சண்டே കഴിഞ്ഞ വരൂ. நீங்க கொஞ்சம் കൂടി ഇരുട്ട് കൂടിയിട്ട് വാങ്ങ സാറന്മാരെ. അയ്യോ, മുത്തുവാ, നമുക്കൊന്ന് കൂടാ. അല്ലല്ലോ ഒരു കാര്യം, നിങ്ങൾ നടന്നു. ഞാൻ ചില ടേംസ് ഒക്കെ സംസാരിച്ചിട്ടുണ്ട്. അതല്ല ഞാൻ അല്ല, ഇത് പറഞ്ഞത്. വേറൊരു പ്രശ്നമുണ്ട്, അതുകൊണ്ടാ. വരാം, വരാം. ടാറ്റ, ടാറ്റ. എങ്ങോട്ടാ മോളെ? മാർക്കറ്റിൽ പോയായിരിക്കും. അതെ. അത് ശരി. അയ്യോ, ഈ മോളെ ഏതാ? ഇത് നിങ്ങളുടെ സ്റ്റാഫിൽ പെട്ടതാണോ? ഇല്ല, എങ്ക സ്റ്റാഫിന്റെ മോളാ. അമ്മയുടെ മോളെ അശ്വതി. അശ്വതി. സംഗതി കൊള്ളാലോ. അല്ല, ഇതിനെ എന്താ നിങ്ങളുടെ സ്റ്റാഫ് എടുക്കാഞ്ഞേ? അയ്യോ, എടുക്കാഞ്ഞിട്ടാണോ സാറേ? ഒരു ഇന്റർവ്യൂവിന് പോലും അമ്മ വിടില്ലല്ലോ. പൊന്നുപോലെ വളർത്തുകയല്ലേ. പിന്നെ പരമ്പര ഇതല്ലേ സാറേ. ഇന്നല്ലെങ്കിൽ നാളെ ഇത് എങ്ക സ്റ്റാഫിൽ എത്തും. പിന്നെ നിങ്ങളെ പോലെ പയ്യന്മാരുണ്ടല്ലോ, ഒന്ന് ധൈര്യമാ മുട്ടി നോക്കണം സാറ്. മുട്ടി നോക്കട്ടെ മുത്തു. ധൈര്യമായിട്ട് മുട്ടി നോക്കണം.